സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തുകയാണ്. അതിനിടെ സിദ്ദിഖ് ഒളിവിൽ പോയെന്നാണ് സൂചന. ആലുവയിലെ വീട്ടിൽ സിദ്ദിഖില്ല. ഉമേഷ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു സിദ്ദിഖിന് വേണ്ടിയുള്ള തിരച്ചിൽ? ഷമ്മി, സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് മുതൽ അന്വേഷണ സംഘം സിദ്ദിഖിനായി വല വിരിച്ചിരിക്കുകയായിരുന്നു. സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷണ സംഘം വന്നെത്തുന്നുണ്ട്. അവരുടെയൊക്കെ നിരീക്ഷണം അവിടെയൊക്കെ ഉണ്ട്. നേരത്തെ സിദ്ദിഖ് നെടുമ്പാശ്ശേരിയിലൊരു ഹോട്ടലുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണ സംഘം എത്തുമ്പോഴേക്കും സിദ്ദിഖ് അവിടെ നിന്നും പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സിദ്ദിഖിന് 2 വീട് എറണാകുളത്തുണ്ട്. ഒന്ന് കാക്കനാട് പടമുകളിലും രണ്ടാമത്തേത് ആലുവ കുട്ടമശ്ശേരിയിലുമാണ്. ഈ 2 വീടുകളിലും നിലവിൽ സിദ്ദിഖ് ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിൻ്റെ മകൻ അഭിഭാഷകനെ കണ്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സിദ്ദിഖിന് മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട പോംവഴി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ അറസ്റ്റ് ഒഴിവാക്കാനായി സുപ്രീം കോടതിയെ സമീപിക്കുക, സുപ്രീം കോടതിയിൽ നിന്നൊരു നോട്ട് അറസ്റ്റെങ്കിലും സമ്പാദിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ സിദ്ദിഖിനുണ്ട്. പക്ഷേ അത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇന്നിപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൻ്റെ പൂർണ്ണരൂപം ലഭിച്ച ശേഷം അതുകൂടി ചേർത്ത് അത് പഠിച്ച ശേഷം സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കണം. കോടതി അത് പരിഗണിച്ച ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം പറയണം. അതുവരെയുള്ള സമയമുണ്ട്. പക്ഷേ അത്രയും സാവകാശം നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ആളെ കണ്ടെത്തിയാലുടൻ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ അന്വേഷണ സംഘം സംസ്ഥാന വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നേരത്തെ എറണാകുളത്താണ് സിദ്ദിഖ് എന്നുള്ള സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ ശക്തമാക്കിയതെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. മറ്റിടങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉള്ള ഉത്തരവ് വന്ന് ഇത്രയും മണിക്കൂറുകളായി. അതുകൊണ്ട് ഈ എറണാകുളം ജില്ലയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റിടങ്ങളിലേക്കും സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ അന്വേഷണ സംഘം വല വിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം സിദ്ദിഖിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ബന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. ഏതായാലും വിമാനം വഴി വിദേശത്തേക്ക് പോകാനുള്ള നീക്കം അന്വേഷണ സംഘം ഇതിനകം തന്നെ തടഞ്ഞിട്ടുണ്ട്. ലുക്കൌട്ട് സർക്കുലറൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം സാധ്യതയില്ല. ഇനി ഈ ഉത്തരവ് വരുന്നതിന് മുൻപെങ്ങാനും സിദ്ദിഖ് ഈ സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇത്രയും സമയമായിട്ടും സിദ്ദിഖിനെ കുറിച്ചുള്ള സൂചനകൾ അല്ലെങ്കിൽ സിദ്ദിഖ് ഇതുവരെയും അറസ്റ്റിലാകാത്ത സാഹചര്യത്തിൽ ഇനി സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളൊക്കെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനിയൊരു ഇളവ് സിദ്ദിഖിന് നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. കാരണം ഹൈക്കോടതി ഉത്തരവ് അതിൽ വളരെ കർശനമായി തന്നെ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സിദ്ദിഖിൻ്റെ കസ്റ്റഡി അനിവാര്യമാണ് എന്ന് ഹൈക്കോടതി നിർദ്ദേശ സാഹചര്യത്തിൽ ഉത്തരവിട്ട സാഹചര്യത്തിൽ അത്തരം ഒരു ഇളവ് ഇനി സിദ്ദിഖിന് നൽകേണ്ടതില്ല, സാവകാശം നൽകേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ അന്വേഷണ സംഘം പരിശോധന ഇപ്പോഴും ശക്തമായി തുടരുക തന്നെയാണ്. ഷമ്മി.